ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ റെസിപ്പിയോ വ്ളോഗോ ഒന്നും ആയിട്ടല്ല, ഒരു ടിപ്പുമായിട്ടാണ്. ഞാനാണെങ്കിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അപ്പുറത്ത് പോയപ്പോഴത്തേക്കും എൻ്റെ കുക്കറിലിരുന്ന സാധനമെല്ലാം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് മിക്കവാറും പേർക്കൊക്കെ പറ്റാറുള്ളതാണ്. ചില സമയത്തൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പേ വെച്ചിട്ട് പോയിട്ട് മറന്നു പോകും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ പാത്രങ്ങൾ കരിയുന്നത് അല്ലേ. അപ്പോൾ അതാണ്ട് ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കുക്കറിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം, എത്രത്തോളമാണോ കരിഞ്ഞിട്ടുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് വെള്ളം നിൽക്കേണ്ടത്. ആ ഒരു അളവിൽ നമുക്ക് വെള്ളം എടുക്കാം. ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത്രയും കരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി വെള്ളവും മതി. ഇത്രയും അളവ് വെള്ളത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഏകദേശം 2.5 ടീസ്പൂണോളം സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൻ്റെ അതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു 1.5 ടീസ്പൂണോളം ലിക്വിഡ് സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കൂടി ഞാനൊരു 5 മിനിറ്റോളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രത്തിൽ. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും അത് പോകണമെന്നില്ല കേട്ടോ, അത് ഫുള്ളായിട്ട് പോകണമെന്നില്ല. നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് ആദ്യം സ്ക്രബ് ചെയ്തപ്പോഴത്തേക്കും ഇത്രയും ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി സൈഡിലൊക്കെ കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സൊല്യൂഷൻ ഉപയോഗിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് ഉരച്ചാൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ വീണ്ടും അതുപോലെ ഒന്ന് ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ചപ്പം അത് പോയിട്ടുണ്ട്. ആ സെയിം സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാൻ പുറം ഒന്ന് തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്ര എഫക്റ്റീവ് അല്ല, എന്നാലും ഇച്ചിരിയൊക്കെ വൃത്തിയായിട്ടുണ്ടായിരുന്നു. പകുതിയൊക്കെ പുറത്തത്തെ അഴുക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടി ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് ഒന്നുകൂടി തേച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതാ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലൊരു തുള്ളി കരിയില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാണ്. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്പൂണോ അതും ഇതൊക്കെ ഇട്ട് ഉരച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അന്നേരം ഒന്നും പോകത്തില്ലായിരുന്നു. പിന്നീട് താണ്ട് ഇത് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.